മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേൻ. മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേൻ. ശില്പിയണമേ ഞാൻ നീതീർക്കും ശില്പമേ ഞാൻ മണ്ണിൽ വീണുടയാതെ കാത്തുരക്ഷിക്കണേ. ശില്പിയണമേ ഞാൻ നീതീർക്കും ശില്പമേ ഞാൻ മണ്ണിൽ വീണുടയാതെ കാത്തുരക്ഷിക്കണേ. നിൻ പാദം ചേർക്കണേ എൻ പാപം തീർക്കണേ. കാട്ടുനടയിലെ ലോകമാതേ മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേൻ. അമ്മേ നിൻ പുഞ്ചിരി കണ്ടാൽ കരളിൽ നറുപൂക്കൾ വിടരും. ആ തിരുമുഖവും കണി കണ്ടുണരേണം. അമ്മേ നിൻ പുഞ്ചിരി കണ്ടാൽ കരളിൽ നറുപൂക്കൾ വിടരും. ആ തിരുമുഖവും കണി കണ്ടുണരേണം. മാറോട് ചേർത്തു താരാട്ടുപാടി എനിക്കൊരു മധുമുത്തം മണിമുത്തമേകി എന്നെ ഉറക്കില്ലേ ദേവി. മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേൻ. മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേ ദേവി. പൂകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരം ആറ്റുകൾ ദേവി വാണരുളിയിടും അമ്പലമൊന്നുണ്ടേ. പൂജ തൊഴുന്നോർക്കെല്ലാം ഐശ്വര്യമേകുന്നു. ദുരിതം നിറയും ഭക്തമനസ്സിൽ കളഭം ചാർത്തുന്നു. കനിയുക ദേവി ശരണം തരികെന്നാരു വിളിച്ചാലും കരുണാകടലായ അമൃതം പകരും ദേവി തുണയരുളൂ. അമ്മയെ പ്രണമിക്കാനായി സൂര്യനുദിക്കുന്നു. തൃപ്പാദങ്ങളിൽ അർച്ചന ചെയ്യാൻ അമ്പിളി മുല്ലപ്പൂ. അഖണ്ഡനാമജപങ്ങൾ തുടരും കാറ്റുവലം വയ്ക്കും. ചുറ്റുവിളക്കിലെ തിരികളിൽ കനകതാരമുദിക്കുന്നു. പൂവുകൾ
നെയ്ത്തുശാലയുടെ കലവറ എന്നറിയപ്പെടുന്ന ബാലരാമപുരത്തെ മംഗലത്തുവണം എന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവിക ചൈതന്യം കുടിയിരിക്കുന്ന പുണ്യഭൂമി കാട്ടുമല. കാട്ടുമറയിൽ ഭക്തിയുടെയും ആരാധനയുടെയും കൽവിളക്കായി നിലകൊള്ളുന്ന ക്ഷേത്രം നാടിൻ്റെ സമ്പത്തും ക്ഷേത്രാരാധന ശ്രേഷ്ഠവുമാണ്. ദേവീകടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ദർശന പുണ്യമായ ക്ഷേത്രത്തിൻ്റെ ഭക്തി കേന്ദ്രം മംഗലത്തുകോണം കാട്ടുകര ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം. പ്രകാശം ചൊരിയുന്ന നിലവിളക്കിൻ്റെ പ്രഭയും ആചാരമന്ത്രത്തിനിയിലും അരയടിക്കുന്ന പ്രകൃതി വിസ്മയം മംഗലത്തുകോണം കാട്ടുകര ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം. ഭക്തിയിലാണ് ദേവീപൂജകൾ. ധ്യാനങ്ങളിൽ ശ്രേഷ്ഠവും മഹാത്മ്യമേറിയവുമുള്ള അന്നദാനം. ദേവീഭക്തരെ ഓങ്കാരസ്വരൂപിണിയും സർവാഭിഷ്ടപ്രദായിനിയുമായ കാട്ടുമല ദേവി വണങ്ങുന്ന പുണ്യപുരാതനമായ കാട്ടുമല ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മാർച്ച് 6 വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രസന്നിധിയിൽ ആചാരാനുഷ്ഠാനങ്ങളാൽ 22ാമത് ക്ഷേത്ര പ്രതിഷ്ഠാ വാർഷികവും 17ാമത് ഗുരുമന്ദിര പ്രതിഷ്ഠാ വാർഷികവും 10ാമത് തങ്കത്തിരുമണി സമർപ്പണ വാർഷികവും ഭക്തി ആദരപൂർവ്വം നിർവഹിച്ചു. മംഗലത്തുകോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേ. പുലർച്ചെ 5:30 ഗണപതി ഹോമവും രാവിലെ 8 ഉഷപൂജയും
തുടർന്ന് ചെണ്ടമേളത്തിൻ്റെയും മന്ത്രധ്വനിയുടെയും നിലവിളക്കിൻ്റെ പ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യക്ഷേത്ര സന്നിധിയിൽ കലശാഭിഷേക പൂജ. കലശം എന്ന് പറയും. ബ്രഹ്മകലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കലശമാണ് നമ്മൾ നവകം എന്ന് പറയും. അതായത് എല്ലാ ദേവതകൾക്കും നവശക്തി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിൽ ഓരോ വർഷവും ഭക്തജനങ്ങൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ ഒരു പോസിറ്റീവ് ഊർജമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് തരുന്നത്. ഈ അനുഗ്രഹമായിട്ട് തരുന്ന ചൈതന്യം കുറയുന്നതിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാർഷിക കലശം നടത്തുന്നത്. അപ്പോൾ ആ കലശത്തിൽ ജലം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ വീണ്ടും ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹ കലകൾ വർദ്ധിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ കലശം ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മേൽശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുന്നള്ളിക്കുന്ന സമയത്ത് ആ ദേവതയുടെ വാഹനം എന്നാണ് സങ്കല്പം. അതാണ് അദ്ദേഹത്തിന് പവിത്രവും ദക്ഷിണയും ഇതെല്ലാം കൊടുത്ത് ആ ബ്രഹ്മകലശം എഴുന്നള്ളിക്കുമ്പോൾ ആ വാഹനം ദേവിയുടെ ചൈതന്യത്തിന് പ്രദക്ഷിണം വെച്ച് ഈ സമയത്ത് 33 കോടി ദേവന്മാരുടെയും സാന്നിധ്യം നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നാണ് സങ്കല്പവും. ഇത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് വിഗ്രഹത്തിൽ നിന്ന് സർപ്പാകൃതിയിൽ ഊർജം പുറത്തോട്ട് പ്രവഹിക്കുമെന്നും അത് നമ്മുടെ എല്ലാം ദോഷ ദുരിത ശാന്തിക്ക് ശമനം വരുത്തുമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഈ കലശം എഴുന്നള്ളിക്കുന്ന സമയത്ത് ഭാരവാഹികളും ഭക്തജനങ്ങളും എല്ലാം നമ്മളെല്ലാവരും അറിഞ്ഞോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ അതെല്ലാം പുറത്ത് നമ്മുടെ ഈ വാർഷികവും ഉത്സവവും എല്ലാവരും ഒത്തൊരുമയോടുകൂടെയും ഐക്യതയോടുകൂടെയും നാടിനും നാട്ടുകാരോടും ക്ഷേത്രമെന്ന് പറഞ്ഞാൽ നാടിൻ്റെയും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ തന്നെ ഉയർച്ച ആ ക്ഷേത്രത്തിൽ, അതായത് ലളിതാസഹസ്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി നിർമുക്ത, ക്ഷയത്തിൽ നിന്ന് നമ്മളെ ഉയർച്ചയിലെത്തിക്കുന്നതാണ് ക്ഷേത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടെ നമ്മുടെ വാർഷികവും ഉത്സവവും ഭംഗിയായി നടത്തുവാൻ നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ കലശത്തിൻ്റെ പുറമെ നമ്മൾ എഴുന്നള്ളിക്കുമ്പോൾ മനസ്സിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ജപിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും ആ കലശം അഭിഷേകം ചെയ്യുന്നത് തൊഴുകയും വേണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പൂജ കഴിഞ്ഞിട്ട് വെളിയിൽ തീർത്ഥം കൊണ്ട് തളിക്കും. അപ്പം നമ്മൾ പലരും അത് മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. കാരണം ആ ദിവസം ചെയ്യുന്ന പൂജയുടെ മൊത്തവുമുള്ള ഫലമാണ് പൂജ കഴിയുമ്പോഴേക്കും മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി ആ ശംഖിനകത്താക്കി നിങ്ങൾക്ക് കൊണ്ട് തളിക്കുന്നത്. അപ്പോൾ ആ തീർത്ഥം പുറത്ത് വീണ് കഴിയുമ്പോഴേക്കും നമുക്ക് അന്ന് ചെയ്ത ആ പൂജയുടെ എല്ലാ ഫലവും കിട്ടിയെന്നാണ് സങ്കല്പം. ഇതുപോലെ തന്നെ നമുക്കിനി ഗണപതിയുടെ അവിടെ നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു ചടങ്ങ് കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഈ മുഹൂർത്ത സമയത്ത് നമുക്ക് ആ കാര്യം ചെയ്യേണ്ടതുള്ളതുകൊണ്ടും അതോടൊപ്പം ഇവിടെ എല്ലാ ഉപദേവന്മാർക്കും കലശാഭിഷേകം ഉള്ളതുകൊണ്ടും ആ കലശാഭിഷേകം കൂടെ ചെയ്തതിന് ശേഷമേ അത് പൂർത്തിയാക്കാവൂ. അത് കഴിഞ്ഞതിന് ശേഷം അത് സമർപ്പിച്ചവരെ നമ്മളെല്ലാവരും ചേർന്ന് ആദരിക്കുന്നതും കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഈ കലശത്തിന്
മാത്രമേ പ്രദക്ഷിണം വെച്ചിട്ടുള്ളൂ. ക്ഷേത്രസമിതിയോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച വിശാലമായ നടപ്പന്തലിൽ വളരെ ഭംഗിയായി സമൂഹസദ്യ ആരംഭിച്ചു. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സച്ചു പൊങ്കാല ഭദ്രദീപം തെളിയിച്ച് പൊങ്കാല മഹോത്സവം തിരുസന്നിധിയിൽ ആരംഭിച്ചു. തുടർന്ന് ദേവീ കടാക്ഷത്തിന് വേണ്ടിയും കാട്ടുനട അമ്മയുടെ അനുഗ്രഹാശ്രസുകൾ നേടുന്ന നെടുന്നതിലേക്കായി പുണ്യഭൂമിയായ അമ്മയുടെ തിരുസന്നിധിയിൽ ശ്രീഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു. മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേ. മംഗലത്തു കോണത്ത് കാട്ടുനടയിലായി വാഴുന്ന ദേവി നിന്നെ കൈതൊഴുന്നേ. ശില്പിയണമേ ഞാൻ നീതീർക്കും ശില്പമേ ഞാൻ മണ്ണിൽ വീണുടയാതെ കാത്തുരക്ഷിക്കേ.